പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ നോൻപ് തുടങ്ങുവാണല്ലോ. അപ്പൊ ഒരു സെക്കൻഡ് സ്മിതേ, നീ ആ പച്ചക്കറിയുടെ ലിസ്റ്റ് ചെയ്തുമ്പോഴേ അതിന് ഈ കോളിഫ്ലവർ എഴുതി ചേർത്തോട്ടാ. അതാകുമ്പോ നമുക്ക് എല്ലാ ഞായറാഴ്ചയും ചില്ലി കോഴി വെക്കാല്ല. ആ അപ്പോൾ ഞാനെന്തായാലും നോൻപ് ഇപ്രാവശ്യം നല്ലോണം എടുക്കാൻ പോവുകയാണ്. ഞാനിനി മത്സ്യമോ മാംസമോ ഒന്നും കഴിക്കില്ല അടുത്ത 40 ദിവസം ഈസ്റ്റർ വരെ. പച്ചക്കറി മാത്രമായിരിക്കും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കഴിക്കാൻ പോകുന്നത്. പിന്നെ വല്ലപ്പോഴുള്ള ചെറിയൊരു ബിയർ അടി ഉണ്ടല്ലോ, അതും അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കംപ്ലീറ്റ് അങ്ങോട്ട് പച്ചക്കറി മാത്രം കഴിച്ചങ്ങോട്ട് ഈ 40 ദിവസം നോൻപ് ശരിക്കും ആഘോഷിക്കാൻ പോകും. അപ്പൊ ചേട്ടൻ പച്ചക്കറി മാത്രം കഴിച്ച് ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയിട്ട് പച്ചക്കറി മാത്രം കഴിക്കുമ്പോഴത്തേക്കും സ്വർഗത്തിലേക്ക് പോവുക? അതങ്ങനെയാണല്ലോ, നോൻപ് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ നമ്മുടെ. അല്ലാണ്ട് പ്രാർത്ഥനയും ദൈവവിചാരവും ഒന്നും ഇല്ല. എന്നിട്ട് മനസ്സിൽ വാശിയും കുശുമ്പും അഹങ്കാരവും അസൂയയും ഇതെല്ലാം വെച്ചിട്ട് ഇതൊക്കെയാണ് താൻ ചെയ്യണത്. ഇതൊക്കെ വെച്ചിട്ട് പച്ചക്കറി മാത്രം കഴിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിക്കണേണ്. ഇതാണ് ആത്മീയത. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളു കേട്ടാ, ഉള്ള കാര്യം പറഞ്ഞതേ. പൊതുവേ നമ്മ ഇങ്ങനെയല്ലേ നോൻപെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്.